സ്തോത്രം സ്തോത്രം. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ കണ്ടിന്യൂഷനാണ്, 3-ാമത്തെ പാർട്ടാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? എന്താണ് അനുഗ്രഹമെന്ന് ആർക്കും അറിയത്തില്ല. പാസ്റ്റർമാർ വന്ന് പ്രാർത്ഥിച്ച് വിസ മേടിച്ചു കൊടുക്കുന്നു, കാർ മേടിച്ചു കൊടുക്കുന്നു, വീട് മേടിച്ചു, കാർ ഇറക്കി കൊടുക്കുന്നു. ഒരാൾ പറയുക ഇഷ്ടമുള്ള തുണി മേടിച്ചോ, അത് ദൈവം നമുക്ക് തന്നിരിക്കുക. ഇഷ്ടമുള്ള ബ്രാൻഡ് കാർ മേടിച്ചോ, അത് ദൈവം തരിക നമുക്ക്. എടാ, നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ, ഇപ്പം എൻ്റെ കയ്യിൽ 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ആ 1.5 ലക്ഷം രൂപ ഒരു കാർ മേടിക്കും. 10 ലക്ഷം രൂപ മേടിച്ചിട്ട് പാസ്റ്ററെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. എന്ത് കുരുത്തക്കേടാണ്, എന്ത് വിരോധാഭാസമാണ്. പാസ്റ്റർ വിശ്വാസത്താൽ മേടിച്ചോതോ വരാമെന്ന് പറഞ്ഞു. പോയി മേടിച്ചിട്ട് അവസാനം കിടന്ന് മുട്ടയിട്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ എന്താ സംഭവിച്ച? അവനവൻ്റെ സാമ്പത്തിക നിലവാരത്തിൽ നിന്ന് ജീവിക്കാൻ നമ്മൾ പഠിക്കേണ്ടവൻ. അതാ ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. എടുത്തു ചാടി അയടാകൂടത്തിലൊക്കെ ഒന്ന് എടുത്തു ചാടി ഇതിപ്പോൾ വിശ്വാസികളും പാസ്റ്റർമാരും കിടന്ന് ചക്രശ്വാസം വലിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഈ ക്രിസ്തുവിൻ്റെ പ്രമാണത്തിൽ നിന്ന് സഭ വ്യതിചലിച്ചു പോയി, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ വ്യതിചലിച്ചു പോയി. മണവാളൻ ഇഷ്ടം ചെയ്യാൻ കഴിയാതെ, മണവാളനെ പ്രസാദിപ്പിക്കാതെ, മണവാളൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കാതെ സഭ അന്യതാ ഉപദേശത്തിൽ കിടന്ന് വിരളുകയാണ്. അതുകൊണ്ടാണ് ഈ സഭയിലെ പ്രശ്നങ്ങൾ. സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹത്താൽ അനുഗ്രഹിച്ചിരിക്കുന്നു. പൗലോസ് കൂടെ പഠിപ്പിച്ചു വെച്ചപ്പോൾ അത് പ്രാപിക്കാൻ കഴിയാതെ, ക്രിസ്തുവിൻ്റെ കൂട്ടവകാശം കിട്ടുമെങ്കിൽ അത് പ്രാപിക്കാൻ കഴിയാതെ, ക്രിസ്തുവിൻ്റെ ശരീരമായി തീരാൻ കഴിയാതെ. സ്തോത്രം. 3 കാര്യങ്ങളാണല്ലോ അനുഗ്രഹത്തിലുള്ളത്. ഒന്ന് അത് നമ്മൾ വിട്ടുപോകരുത് കേട്ടോ. സ്തോത്രം. സുവിശേഷത്താൽ ക്രിസ്തുവിൻ്റെ കൂട്ടവകാശം, ഏക ശരീരസ്ഥർ, വാഗ്ദത്തത്തിൻ പങ്കാളികൾ. അപ്പോൾ ആ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടവകാശവും വാഗ്ദത്തത്തിൻ പങ്കാളികളും സ്തോത്രം ആകാൻ കഴിയാതെ നമ്മൾ ഈ ലോകത്ത് കിടന്ന് പെരണ്ടു പോയാൽ എന്ത് സംഭവിക്കും? ദൈവം അനുഗ്രഹിച്ച അനുഗ്രഹം, സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹം നമുക്ക് പ്രാപിക്കാൻ കഴിയാതെ നമ്മൾ നഷ്ടപ്പെട്ടു പോകും. പ്രിയമുള്ളവരെ, എനിക്കത് ഓർക്കുമ്പോൾ വലിയ വേദനയാണ് എൻ്റെ ഹൃദയത്തിൽ. ഇവിടെ ദൈവം അനുഗ്രഹിച്ചു, നമുക്കതുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടായി? നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരമായി തീർന്നോ? ഇനി ശരീരമായാൽ തന്നെ അത് തന്നെ ചിന്തിക്കാം. ശരീരമാണെങ്കിൽ എന്താ ചെയ്യണം? സഹോദര, എന്താ ശരീരം ചെയ്യേണ്ടത്? ശരീരം എന്താ ചെയ്യേണ്ടത്? തലയായവനിൽ നിന്നല്ലോ ഉപദേശം കേട്ട് സ്വീകരിച്ച്. കൊലോസ്യർ 2:18 വാക്യം ഒന്ന് വായിച്ചേ. കൊലോസ്യർ 2:18 വായിച്ചേ. പറയുന്ന വാക്കുകൾ പടപടേന്ന് വായിച്ചാൽ നമുക്ക് പെട്ടെന്ന് മുമ്പോട്ട് പോവാം. കൊലോസ്യർ 2:18-19 വാക്യങ്ങൾ. താഴ്മയിലും ദൂതന്മാരും ആരാധിക്കുന്നതിൽ രസിച്ച 2-ാം ഭാഗം തൊട്ടാണ് ഞാൻ വായിക്കുന്നത്. സ്വന്തം ശരീരമാം സഭ ചെയ്യേണ്ടത് തലയായ ഉപദേശം, തലയിൽ നിന്നുള്ള ഉപദേശം മുറുകെ പിടിക്കുക. അതവിടെ വായിക്കുന്നത്. തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവനാരും. അപ്പൊ ക്രിസ്തുവിന്റെ ഉപദേശം മുറുകെ പിടിക്കാത്തവൻ എന്താ ചെയ്യുന്നേ? ക്രിസ്തുവിൻ്റെ ഉപദേശം ശരീരമാം സഭയ്ക്ക് കൊടുക്കാനായിട്ട് വചനത്തിലൂടെ പ്രസംഗിച്ചവരെ കേൾപ്പിച്ച് അതനുസരിക്കാനായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഉപദേശം പറയുകയും ചെയ്തില്ലെങ്കിൽ തലയെ മുറുകെ പിടിക്കാത്തവനാണ്. അവൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വിരുത് തെറ്റിക്കുക ചെയ്യുന്നത്. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. പൗലോസ് ഒരു വിരുദിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. ആ ഓട്ടത്തിൻ്റെ വിരുത് തെറ്റിക്കാൻ ആർക്കാ കഴിയുന്നത്? ക്രിസ്തുവിൻ്റെ ഉപദേശം പ്രസംഗിക്കാതെ, ന്യായപ്രമാണം പ്രസംഗിച്ച്, കെട്ടുകഥ, കഴിവിക്കഥ, നിർമ്മിതകഥ, സങ്കല്പകഥ, രോഗശാന്തി, മറ്റു ചപ്പും ചവറും ഒക്കെ പറഞ്ഞ് വിശ്വാസികളെ ത്രിസംഘ സ്വർഗത്തിലാക്കുമ്പോൾ ചിന്തിച്ചു കൊള്ളണം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഞാൻ ദൂത് വിളിച്ചു പറയുന്നു, നിങ്ങളുടെ വിരുത് തെറ്റുക ചെയ്യുന്നത്. നമ്മളൊരു ഓട്ടക്കളത്തിൽ ഓടിക്കൊണ്ടിരിക്കുക സഹോദര. ആ വിരുത് തെറ്റിക്കുക എന്നുള്ള ആ പദം തന്നെ നമുക്ക് എടുത്ത് പഠിക്കാം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ ഹല്ലേലൂയ 12 തൊട്ട് വായിച്ചോട്ടെ. 3:12 തൊട്ട്. അല്ല ക്രിസ്തുവേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് പിടിക്കാമോ എന്ന് ചോദിച്ചാൽ പിന്തുടരുക, വിരുദിന് വേണ്ടി ഓടുക എന്ന് പറയുന്നത്. ഇവിടെ അടുത്ത സഹോദരന്മാരെ, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന് മുമ്പിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ. കറക്റ്റ്. ആ പദം കയറി വന്നോണ്ടോ? ക്രിസ്തുവേശുവിൽ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. മതി. ഞാൻ ലാക്കിലേക്ക് വിരുദ് പ്രാപിക്കാൻ ഓടുകയാണ്.
ആ വിരുത് തെറ്റിച്ചു കളയുന്ന ആരാണെന്നാ ഇവിടെ കൊലോസി ലേഖനത്തിൽ നമ്മൾ പഠിപ്പിച്ചത്. തലയെ മുറുകെ പിടിക്കാതിരിക്കുന്നവൻ വിരുത് തെറ്റിക്കുന്നു. പാസ്റ്റർമാർ ഈ വാക്യം കുറിച്ചിട്ട് പഠിക്കുക. വിശ്വാസികളെ അവരുടെ വിരുതിൽ നിന്ന്, അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിച്ചു കളയാൻ കഴിയുന്നത് ക്രിസ്തുവിന്റെ ഉപദേശം പ്രസംഗിച്ച് സഭയെ നടത്താത്ത ബഹുമാനപ്പെട്ട പാസ്റ്റർമാർക്ക് കഴിയുമെന്നാണ് പൗലോസ് പഠിപ്പിച്ചത്. വിരുത് തെറ്റിച്ചു കളയുക. തലയെ മുറുകെ പിടിക്കാതിരിക്കുന്നവൻ ആരും നിങ്ങളുടെ വിരുത് തെറ്റിക്കരുത്. ഇനി കൊലോസി ലേഖനത്തിന്റെ അടുത്ത വാക്യം വായിക്കാം. വിരുത് തെറ്റിക്കരുത് എന്ന് പറഞ്ഞിട്ട് അടുത്ത വായിച്ച വാക്യം വായിക്കാം. ഹല്ലേലൂയ. അത് 2:18 താഴ്മയിലും തലയെ മുറുകെ പിടിക്കാൻ ആരും നിങ്ങളുടെ വിരുത് തെറ്റിക്കരുത്. ഇനി 19 തലയായവരിൽ മൈക്കിൽ വായിക്കട്ടെ. തലയായവരിൽ ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. തലയായവനിൽ നിന്നല്ലോ. എന്താ ഇതിന്റെ അർത്ഥം? തലയായ ക്രിസ്തുവിൽ നിന്ന് ശരീരമാം സഭയുടെ, ക്രിസ്തു ഏക ശരീരസ്ഥർ എന്നുള്ള എഫേസ്യ ലേഖനത്തിലെ വാക്യത്തിന്റെ വിശദമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. തലയായ ക്രിസ്തുവിൽ നിന്ന് പുറപ്പെടുന്ന ഉപദേശം, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ഉപദേശം ശരീരമാം സഭയുടെ അവയവങ്ങളാകുന്ന ഈ നമ്മൾ ഓരോരുത്തരും തലയായനിൽ നിന്നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. ശരീരമാം സഭയുടെ അവയവത്തിന്റെ ഞരമ്പുകളിലും, അല്ലേ, സ്തോത്രം, സന്ധികളിലും ദൈവത്തിന്റെ വചനത്തിന്റെ ഉപദേശം ലഭിച്ച് ചൈതന്യം ലഭിച്ച് ഏകീഭവിച്ചു. ഉപദേശത്തിന്റെ ഏകീകരണത്തിൽ. പണ്ട് ബാലസാറ് പറയുമായിരുന്നു, സഭകളെല്ലാം ഇന്ന് പല ഉപദേശത്തിൽ കിടക്കുന്നതിന്റെ കാര്യം എന്താ? ബാലസാറ് പറഞ്ഞിട്ട് മരിച്ചത് ഇതാണ്: അപ്പോസ്തലന്മാരുടെ ഉപദേശം സഭയെ ക്രമമായി പഠിപ്പിച്ചെടുത്താൽ ഒരൊറ്റ ഉപദേശത്തിൽ സഭ നിൽക്കും. ഇപ്പോൾ ഉപദേശം അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്ന് വേറെ, സുവിശേഷകന്മാരുടെ ഉപദേശം എന്ന് വേറെ, അവരുടെ വേറെ, ഇവരുടെ വേറെ, പലതും പല നിലയിൽ പഠിപ്പിക്കുന്നുമുണ്ട്. ദൈവമക്കളെ, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയട്ടെ, ക്രിസ്തുവിൻ്റെ ഉപദേശം, പത്യോപദേശം, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ മരിച്ചു അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു വന്നു എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോസ്തലന്മാരുടെ ഉപദേശം അതേപടി കേട്ട് സഭ വളരുമ്പോൾ സഭ മണവാളന് തതുല്യമായ, അല്ലെങ്കിൽ മണവാളന് യോഗ്യമായ ഒരു മണവാട്ടിയായി ഈ സഭ വളർന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. മണവാളന് ഇഷ്ടമുള്ള ഒരു മണവാട്ടിയായി, മണവാളന്റെ ഇംഗിതങ്ങൾ മുഴുവൻ ചെയ്യുന്ന ഒരു മണവാട്ടിയായി. ഞാൻ ചോദിക്കട്ടെ, നേരത്തെ പറഞ്ഞ കാര്യം തന്നെ നമുക്ക് എടുക്കാം. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പെണ്ണ് വല്ലവൻ്റെ കൂടെ പോയി. പിന്നെ ഈ വരുന്ന പെണ്ണിനെ ആരെങ്കിലും ചേർക്കുമോ? ഒരിക്കലും ചേർക്കില്ല. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അന്യതാ ഉപദേശത്തിൽ കിടക്കുന്ന സഭയെ മണവാളൻ വന്ന് ചേർക്കുമോ? ചേർക്കത്തില്ല. നിങ്ങൾ ഏത് ഉപദേശം പറയുന്നവരാണെങ്കിലും ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണത്തിൽ നിലനിൽക്കാതെ പോയാൽ നിങ്ങൾക്ക് കർത്താവിൻ്റെ വരവിൽ ചേർക്കപ്പെടാൻ കഴിയില്ല. യാതൊരു സംശയവും വേണ്ട അതിന്. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ പ്രമാണം അനുസരിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് രൂപാന്തരവും, ക്രിസ്തുവിൻ്റെ പ്രമാണം അനുസരിച്ച് മരിച്ചുപോയവർക്ക് ഉയർപ്പും. ഒന്നുകൂടി പറയാം, ക്രിസ്തുവിൻ്റെ പ്രമാണം അനുസരിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് രൂപാന്തരവും, ക്രിസ്തുവിൻ്റെ പ്രമാണം അനുസരിച്ച് ജീവിച്ച് മരിച്ചുപോയവർക്ക് ഉയർപ്പും. അതെവിടെ എഴുതി വെച്ചേക്കുന്നത്? അപ്പൊ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹം എന്താ? യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഒരു അവയവമായിരുന്നു കൊണ്ട് തലയായ ക്രിസ്തുവിൻ്റെ ഉപദേശം മുറുകെ പിടിച്ച് ജീവിക്കുന്ന പുതിയ നിയമസഭ. ഹല്ലേലൂയ. അതാണ് ക്രിസ്തു യേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത്. അപ്പൊ ആ ക്രിസ്തുവിന്റെ പ്രമാണം അനുസരിച്ച് ശരീരമാം സഭ തലയായ ക്രിസ്തുവിന്റെ ഉപദേശം കേട്ടനുസരിക്കാതെ പോയാൽ ക്രിസ്തുവേശുവിലൂടെ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ, അവിടെ ഇരിക്കും. മനസ്സിലായല്ലോ സംഭവം? കർത്താവ് വരുമ്പോൾ എന്ത് ചെയ്യും? അനുസരിക്കുന്നവരൊക്കെ അങ്ങോട്ട് പോകും, അല്ലാത്തവരൊക്കെ എന്ത് ചെയ്യും? അവിടെ കിടന്ന് വട്ടം കറങ്ങും. പണ്ടൊരു പാസ് പറഞ്ഞ അതിനുശേഷം ബൈബിൾ സ്റ്റഡി ഇഷ്ടം പോലെ നടക്കുന്ന പറയണം. എന്ത് ബൈബിൾ സ്റ്റഡി? അതും കൂടി പുള്ളി പറഞ്ഞു. യേശുക്രിസ്തുവിൻ്റെ പോരാട്ടം വരുമ്പോൾ എങ്ങനെ തടയണമെന്ന്. ഹലോ, യേശുക്രിസ്തുവിൻ്റെ പോരാട്ടം വരുമ്പോൾ എങ്ങനെ അതിനെ പ്രതിരോധിക്കണമെന്ന് ക്ലാസ് കൊടുക്കുമെന്ന്. നീ ചെന്നാൽ മതി. ആ ക്ലാസ്സിനൊന്നും ഒരു പ്രസക്തിയില്ല.
ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഇപ്പോൾ നമ്മൾ ദൈവവചനം കേട്ട് അനുസരിക്കുകയും വചനത്തിന് മുൻപാകെ സമർപ്പിക്കുകയും ആ ഉപദേശത്തിനനുസരിച്ച് ജീവിച്ച് ക്രിസ്തുവിൻ്റെ ശരീരമാം സഭയുടെ അവയവമായി തലയിൽ നിന്നുള്ള ഉപദേശം സ്വീകരിച്ച് അനുസരിച്ച് ജീവിച്ചു കൊണ്ടിരുന്നാൽ നമുക്ക് കർത്താവിൻ്റെ വരയിൽ പോകാം. അല്ലെങ്കിൽ നമ്മൾ കൈവിടപ്പെട്ടു പോകും. മൂന്ന് നിലയിലുള്ള അനുഗ്രഹം എഫേസ്യർ 6:3-6 പറയുന്നു. ക്രിസ്തുവിൻ്റെ കൂട്ടവകാശം, ഏക ശരീരസ്ഥർ, വാഗ്ദത്തത്തിൻ പങ്കാളികൾ. കൂട്ടവകാശം നേരത്തെ ഞാൻ സംക്ഷിപ്തമായി പറഞ്ഞു കഴിഞ്ഞു. ഒരു ഭർത്താവ് മരിച്ചാൽ ഭർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ മുഴുവൻ ആ ഭാര്യയ്ക്കാണ് കിട്ടുന്നത്. അതുപോലെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ കർത്താവിന് കിട്ടിയ അനുഗ്രഹം മുഴുവൻ ആ മണവാട്ടിയാകുന്ന സഭയ്ക്ക്, അല്ലെങ്കിൽ കന്യയാകുന്ന സഭയ്ക്ക്, അല്ലെങ്കിൽ മണവാട്ടി പദം അലങ്കരിക്കാൻ പോകുന്ന സഭയ്ക്ക് മുഴുവൻ അനുഗ്രഹങ്ങൾ കിട്ടിക്കഴിഞ്ഞു. അത് പ്രാപിച്ച് ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. ദൈവം അനുഗ്രഹിച്ചു. അമേരിക്കയും ജപ്പാനും കൂടി യുദ്ധം നടന്ന കാര്യം നേരത്തെ കേട്ടിട്ടുണ്ട്. ഭയങ്കര യുദ്ധം. അമേരിക്ക തോറ്റുപോയെന്നാണ് പറയുന്നത്. ഭയങ്കര യുദ്ധമായിരുന്നു. അവസാനം ഹിരോഷിമ നാഗസാക്കിയിൽ ബോംബ് ഇട്ടപ്പോഴാണ് ജപ്പാൻ എന്ത് ചെയ്തത്? സറണ്ടർ ചെയ്തത്. ഞാനിങ്ങനെ കേട്ട് അതിനെക്കുറിച്ച് ഈ യുദ്ധത്തിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ട് പഠിക്കാൻ. നമ്മളൊരു യുദ്ധകളത്തിൽ നിൽക്കുകയാണല്ലോ. ലോകം ജഡം പിശാചാണ് നമുക്കെതിരെ നിൽക്കുന്ന എതിരാളി. അത് ഓർത്തോണേ. അല്ല, സഹോദരങ്ങളോടും സഭകളോടും എല്ലാം നമുക്ക് പോരാട്ടം ജഡരക്തം കൊണ്ടല്ല, ദുഷ്ടാത്മ സേനയോടാ. ലോകത്തോട് ജഡത്തോടും പിശാചിനോട് യുദ്ധം ചെയ്ത് വിജയശ്രീലാളിതരാകുന്നവർക്കാണ് കർത്താവിൻ്റെ സ്ഥലത്ത് നിൽക്കാൻ കഴിയുന്നത്. ചെറിയ ദൂത് അതിൻ്റെ ഇടയിൽ വന്നുകൊണ്ട് ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അപ്പോൾ ഹിരോഷിമ നാഗസാക്കിയിൽ ബോംബ് ഇടുന്നതിന് മുൻപ് അമേരിക്ക ചെയ്ത ഒരു വലിയ പ്രവൃത്തി, അത് ഇസ്രയേലും അതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ആരെ നശിപ്പിക്കാൻ പോകുന്നു അതിന് മുമ്പ് ഒരു ഇൻഫർമേഷൻ കൊടുക്കും. മറ്റത് അമേരിക്ക ജപ്പാൻകാർക്ക് കൊടുത്തത് സറണ്ടർ ചെയ്യുക, കീഴടങ്ങുക. ഇല്ലെങ്കിലോ കഠിനമായ പ്രഹരം ഞങ്ങൾ ഏൽപ്പിക്കും. ജപ്പാൻകാർ അവരുടെ കണ്ടുപിടുത്തത്തിൻ്റെ അത്യുച്ചകോടിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു, നോ, ഞങ്ങൾ സറണ്ടർ ചെയ്യില്ലെന്ന് പറഞ്ഞു. അതാണ് ഹിരോഷിമ നാഗസാക്കിയിൽ ബോംബ് ഇടാനുള്ള കാരണം. ഇസ്രയേൽ ഹാമാസിനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ അവരുടെ പ്രധാന ലൊക്കേഷൻ അവർ സ്കെച്ചെടുത്തിട്ട് യുദ്ധം ചെയ്യുന്നതിന് മുമ്പ്, മിസൈൽ വർഷിക്കുന്നതിന് മുമ്പ് അവർ ഇൻഫർമേഷൻ കൊടുക്കും. അവിടെ നിന്ന് നല്ല ആൾക്കാരൊക്കെ അങ്ങോട്ട് മാറിപ്പോക്കോണം പറയും പബ്ലിക്കിനോട്. അങ്ങനെ ചെയ്യുന്നത്. അതേസമയത്ത് അവർ ഇങ്ങോട്ട് മിസൈൽ അടിക്കുമ്പോൾ ചെയ്യുമോ? ഇല്ല. കൊണ്ടുപോയി തലവണ്ടയെ കൊണ്ടിടുക ചെയ്യും. ഇവർ പൊട്ടിച്ചു കളയും. വേറെ വിഷയം ചിലതൊക്കെ ഇവിടെ നിന്ന് വീഴും, നാശം സംഭവിക്കും. പോട്ടെ. അപ്പോൾ സ്തോത്രം, ശത്രു നമുക്കെതിരെ വരുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കുവാൻ, അല്ലെങ്കിൽ ശത്രുവിനെതിരെ യുദ്ധം ചെയ്യുവാൻ പുതിയ നിയമസഭയ്ക്ക് ദൈവം സർവായുധവർഗം തന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ വന്നൊരു മെസ്സേജാണ് ഞാൻ പറയുന്നത്. ശത്രു നമ്മളെ കീഴ്പ്പെടുത്താനോ പരാജയപ്പെടുത്താനോ കഴിയാത്ത നിലയിൽ പുതിയ നിയമസഭയ്ക്ക് ദൈവം തന്നിരിക്കുന്ന സർവായുധ വർഗം, ദ പാർട്ട് ഓഫ് ദ ബ്ലെസ്സിങ്, ദൈവ അനുഗ്രഹത്തിൻ്റെ ഒരു ഭാഗമാണ്. സത്യം അരയ്ക്കു കെട്ടുക, നീതി എന്ന കവചം ധരിക്കുക, സമാധാന സുവിശേഷം കാലിൽ ചെരുപ്പാക്കി, സകല ദുഷ്ടന്റെ തീയമ്പുടയും കെടുപ്പാൻ തക്കവണ്ണം വിശ്വാസം എന്ന പരിച, രക്ഷ എന്ന ശിരസ്ത്രം, ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാള്, ഏത് നേരത്ത് ആത്മാവിൽ പ്രാർത്ഥിച്ചും കഷ്ടത ആയുധമായി ധരിച്ചുകൊണ്ട് ഈ ദൈവികമായ സ്വത്രം ആയുധങ്ങൾ എടുത്ത് ദുഷ്ടനായ സാത്താനോട് എതിർത്ത് നിൽക്കുവാൻ എഫേസ്യ ലേഖനത്തിൽ ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പാർട്ടാണ് ദൈവത്തിൻ്റെ സർവായുധവർഗം. നമ്മളിപ്പോൾ വിചാരിക്കും എന്താ ഈ അനുഗ്രഹം? അത് ഈ അനുഗ്രഹമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നേ, അനുഗ്രഹത്തിന്റെ ഭാഗമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. ഈ അനുഗ്രഹം നമ്മൾ ക്രിസ്തുവേശുവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുക. ആയുധവർഗങ്ങളെല്ലാം കയ്യിലുണ്ട്. ആയുധം കയ്യിലില്ലാത്തവൻ അടരാടുന്നത് എങ്ങനെ? ആയുധമില്ലെങ്കിൽ എങ്ങനെ യുദ്ധം ചെയ്യാനാ? നിങ്ങൾ പോയി നോക്കുക, കാശ്മീരിലെ പാകിസ്ഥാൻ നമ്മുടെ ഇന്ത്യയുടെ പോസ്റ്റുകൾക്കെതിരെ 10 റൗണ്ട് വെടിവെക്കുമ്പോൾ 25 റൗണ്ട് അങ്ങോട്ട് വെടിവെച്ചിരിക്കും നമ്മൾ. അല്ലെങ്കിൽ നമുക്ക് നിലനിൽപ്പില്ല. ഇസ്രയേൽ പറയുന്നത് ഹാമാസിനും ഈ ഭീകര സംഘടനകൾക്കെതിരെ ഞങ്ങൾ ആയുധം കീഴവെച്ചാൽ ഞങ്ങളില്ല, അവരായുധം കീഴവെച്ചാൽ ഞങ്ങൾ ആയുധം കീഴവെക്കും, അവരായുധം കയ്യിലെടുത്താൽ ഞങ്ങൾ അവരെ തകർക്കും. അതാണ് നമ്മുടെ ലക്ഷ്യം, അതവിടെ നിലനിൽപ്പ്. ഒരു ദൈവപൈതലും അത് തന്നെയാണ്. ദൈവത്തിന്റെ സർവായുധവർഗം നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മളെ പരാജയപ്പെടുത്തി കളയും. സർവായുധവർഗം എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ തന്നിരിക്കുക, ലാസ്റ്റത്തെ ചാപ്റ്ററിൽ. അതാണ് ഒരു ദൈവാനുഗ്രഹം. ഇനി ചില അനുഗ്രഹങ്ങൾ കൂടി നമ്മൾ ധ്യാനിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സ്തോത്രം. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം വായിക്കാം. എന്താണ് അനുഗ്രഹം? ഹല്ലേലൂയ. അവനെ തെരഞ്ഞെടുക്കുകയും ദൈവം നമ്മെ തെരഞ്ഞെടുത്തു, തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം
യേശുക്രിസ്തു മുഖാന്തരം ആ നമ്മെ ദത്തെടുക്കേണ്ടതിന് ആ അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ ആ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്തോത്രം. സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തു. മതി, അവിടെ നിൽക്കട്ടെ. ഈ 3-4 വിലപ്പെട്ട കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അത് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കാൻ പോവുക. ഒന്ന്, ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹത്തിന്റെ അടുത്ത പഠനം, ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ 5-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം വായിക്കാം. എല്ലാവരും ലേഖനവും സുവിശേഷങ്ങൾക്ക് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുക. പറയുമ്പോൾ പടപടാന്ന് വായിക്കാം. നമുക്കപ്പോൾ പെട്ടെന്ന് പോവാം. 15-16, 15-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. ബുക്ക് ഓഫ് ജോൺ, സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. ആദ്യം എടുത്തവരങ്ങ് വായിച്ചോ. 15-ന്റെ 16. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. മതി. ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ അവനിൽ ക്രിസ്തുയേശുവിൽ നമ്മെ തെരഞ്ഞെടുത്തു. എങ്ങാണ്ടും കിടന്ന നമ്മെ എന്ന് പറയുമ്പോൾ എനിക്ക് അത് അങ്ങോട്ട് കുറച്ചിലായിട്ടാണ് തോന്നുന്നത്. കുറച്ചുകൂടി അങ്ങോട്ട് കയറ്റി പറയണം. പിശാചിനെ ആരാധിച്ചുകൊണ്ടിരുന്ന എഫേസ്യർ 2:2 ഈ സ്വത്രം ആ 2-ന്റെ വാക്യമായിട്ട് തന്നെ പറഞ്ഞാൽ, മുമ്പ് ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിന്റെ അധികാരത്തിൽ അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിനെയും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു പിശാചിന്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് നടന്ന നമ്മെ കർത്താവ് തെരഞ്ഞെടുത്തു. അതൊരു അനുഗ്രഹമല്ലേ? എൻ്റെ ചോദ്യം. വേറെ എത്ര പേര് കിടക്കുന്നു ഇവിടെ തെരഞ്ഞെടുക്കാൻ? എത്ര പേരെ തെരഞ്ഞെടുത്തില്ല? നമ്മുടെ അയൽവാസികൾ എത്ര പേര് കിടക്കുന്നു? നമ്മുടെ സ്നേഹിതന്മാർ എത്ര പേര് കിടക്കുന്നു? നമ്മുടെ ബന്ധുമിത്രാദികൾ എത്ര പേര് കിടക്കുന്നു? നമ്മുടെ മക്കളും മരുമക്കളും കൊച്ചുകുട്ടികൾ എത്ര പേരുടെ? എന്താ കർത്താവ് തെരഞ്ഞെടുക്കാത്തെ? എൻ്റെ മേൽ തെരഞ്ഞെടുപ്പ് വീണു. നമ്മുടെ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എനിക്ക് ലഭിച്ചു. ദൈവത്തിന്റെ സെലക്ഷൻ എനിക്ക് കിട്ടി. പട്ടാളത്തിൽ പോയി നമ്മൾ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് അവിടെ റിട്ടേൺ ടെസ്റ്റും പിന്നെ ചോദ്യം ചോദിക്കുമ്പോഴുള്ള ടെസ്റ്റും വിവിധ ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് സെലക്ഷൻ കാർഡ് കൈ കിട്ടിക്കഴിയുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലേ? എൻ്റെ ദൈവം തെരഞ്ഞെടുത്തു. ഒത്തിരി കടമകൾ കിടന്നു. 50,000 പേര് പോയി ആപ്ലിക്കേഷൻ. അതും ഒരു തട്ടിപ്പിൻ്റെ ഭയങ്കര തട്ടിപ്പാണ്. 50,000 പേർക്ക് പട്ടാളത്തിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരു അപേക്ഷയ്ക്കെങ്ങാണ്ട് 10-200 രൂപ കൊടുക്കണം. അത് കൊടുത്ത് 50,000 പേര് മേടിക്കുമ്പോൾ സർക്കാരിന് എത്ര കാശായി? അതിൽ 5,000 പേരെ തിരഞ്ഞെടുക്കുന്നുള്ളൂ. 40,000 പേരും ലിസ്റ്റ് ചെയ്ത് പോവുക. അതിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാർഡ് ഇത്ര നമ്പർ അല്ലെങ്കിൽ ഇത്ര സെലക്ഷൻ നമുക്ക് കിട്ടി എന്നുള്ളത് കിട്ടിക്കഴിയുമ്പോൾ നമുക്കെന്ത് സന്തോഷം. ജോലിയിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളിൽ നമ്മളെ തിരഞ്ഞെടുത്ത് നമുക്ക് യോഗ്യത നോക്കി നമ്മളെ തിരഞ്ഞെടുത്തെന്ന് കഴിയുമ്പോൾ നമുക്ക് എത്ര സന്തോഷമാണ്. എന്നാൽ ആ തിരഞ്ഞെടുക്കുന്നവർക്ക് യോഗ്യതകൾ പലതും നോക്കിയാണ് തിരഞ്ഞെടുക്കുന്നത്. നമുക്ക് എന്ത് യോഗ്യതയുണ്ട്? പിശാചിൻ്റെ ആത്മാവിനാൽ ഭരിക്കപ്പെട്ടുകൊണ്ടിരുന്ന നമ്മളെ ദൈവപുത്രനായ യേശുക്രിസ്തു വന്ന് ഇവൻ എൻ്റെ മകൻ, എൻ്റെ മകളെന്ന് പറഞ്ഞ് പേര് ചൊല്ലി നമ്മളെ വിളിച്ചു, നമ്മളെ തിരഞ്ഞെടുത്തു. പത്രോസ് എൻ്റെ പിന്നാലെ വാ, യോഹന്നാൻ എൻ്റെ പിന്നാലെ, യാക്കോബിൻ്റെ പിന്നാലെ, മത്തായി വാ, അങ്ങനെ വാ എന്ന് പറഞ്ഞ് ഓരോരുത്തരെ കാലാകാലങ്ങളിൽ തിരഞ്ഞെടുത്തെങ്കിൽ 2000 വർഷം കഴിഞ്ഞതിന് ശേഷം ഫ്രാൻസിസിന്റെ പിന്നാലെ വാ, ജോർജന്റെ പിന്നാലെ വാ, സാബാദിന്റെ പിന്നാലെ വാ, നമ്മളെ തെരഞ്ഞെടുത്തില്ലേ ദൈവം? അതാണ് സ്വർഗീയ അനുഗ്രഹത്തിന്റെ ഒരു പാർട്ട്. ഈ തെരഞ്ഞെടുപ്പ് മറ്റെത്ര പേർക്കുണ്ടെന്ന് എൻ്റെ ചോദ്യം. ഞാൻ ചിന്തിക്കും, ഞങ്ങളുടെ അയൽവാസികളൊക്കെ നല്ല കുടുംബത്തിൽപ്പെട്ട ആൾക്കാർ കിടപ്പുണ്ട്. അച്ചായന്മാര് ഇല്ല പേര് പറയുന്നത് ചവണിക്കാ മണ്ണിൽ എന്നൊക്കെ പറയുമ്പോൾ പേര് കേട്ട് നമ്മൾ അന്തം വിട്ടു. ഓരോ പേരുകൾ, പ്രശസ്തമായ പേരുകളൊക്കെ വെച്ച് വലിയ അച്ചായന്മാർ കുടുംബങ്ങളിൽ കോടീശ്വരന്മാരായി കിടന്നവരെ ദൈവം തിരഞ്ഞെടുക്കാതെ അവരിന്നും വിഗ്രഹാരാധികളായി പാപം ചെയ്ത് ഈ ലോകത്തിൽ നശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു സാധാരണ പാപം ചെയ്ത് ദൈവത്തിൽ നന്യപ്പെട്ട് പിശാചിന്റെ ആത്മാവിനാൽ ഭരിക്കപ്പെട്ടുകൊണ്ടിരുന്ന എന്നെ ദൈവം എന്നെ തെരഞ്ഞെടുത്തു എന്ന് ഓർക്കുമ്പോൾ നമുക്ക് എത്രത്തോളം സന്തോഷം ഉണ്ടാകണം. ദൈവം എന്നെ തിരഞ്ഞെടുത്തു. കൈപ്രശാമോൽ പറയുമായിരുന്നു, ദൈവം എന്നെ തിരഞ്ഞെടുത്തു, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ഞാൻ മകളാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പുത്രത്വം ലഭിച്ചവനാണ്. നെഞ്ചും തെറ്റിയൊക്കെ നടക്കാൻ പറ്റും. ഇവിടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടൊക്കെ വേറെ ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ഇവിടെ നടന്നെങ്കിലും ജീവിതം തുടങ്ങുന്നത് രൂപാന്തര ശരീരം കിട്ടിയതിന് ശേഷമാണ്.
70 80 സംവത്സരം ഇവിടെ കിടന്ന് കഷ്ടപ്പാട് അനുഭവിച്ചാലും തെരഞ്ഞെടുപ്പിൻ്റെ യഥാർത്ഥ സന്തോഷവും അതിൻ്റെ അനുഗ്രഹങ്ങളും നന്മകളും നമ്മൾ അനുഭവിക്കുന്നത് രൂപാന്തര ശരീരം നമുക്ക് വന്നു കഴിയുമ്പോഴാണ്. അന്ന് തൊട്ട് നമ്മൾ അനുഗ്രഹത്തിൻ്റെ പടികൾ മാത്രമേ ചവിട്ടത്തുള്ളൂ. പിന്നെ നമുക്ക് കഷ്ടതയില്ല, കണ്ണുനീരില്ല, ദുഃഖമില്ല, മുറവിളിയില്ല. വെളിപ്പാട് പുസ്തകം 21-ന്റെ 1 മുതൽ 5 വരെ വേണമെങ്കിൽ ഒന്ന് വായിച്ചോ. അതൊക്കെ പലരും മറന്നുപോകുന്ന വാക്യങ്ങൾ. എത്ര പറഞ്ഞാലും ചിലരുടെ ചെവിയിലോട്ട് അത് കയറത്തുമില്ല. ഇന്നത് വായിച്ചേ 21-ന്റെ 1 മുതൽ 5 വരെ. അപ്പൊ നമ്മുടെ അവസാനത്തെ നമ്മുടെ മാസം അവിടെയാ. ഞാൻ പുതിയ ആകാശം പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ഭൂമിയും ഒന്നാമത്തെ ആകാശവും ഒഴിഞ്ഞുപോയി. സഹോദര, മീൻപിടുത്തമൊക്കെ തീർന്നു അതോടുകൂടി കേട്ടോ. ഇവിടെ കൊണ്ടേ തീർന്നല്ല. സമുദ്രം ഇല്ലാത്ത പുതിയ ആകാശം പുതിയ ഭൂമി എന്ന പുള്ളിയോട് ഞാൻ പറയുക. അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി ഒരുങ്ങിക്കും. ഇവിടെ കിടന്ന് മീൻ്റെ പുറകെ പോയാൽ ഒരു ഗുണവുമില്ല. എന്നാൽ മീൻ പിടിക്ക് ജീവിക്കണം. പക്ഷെ അത് 3/4 നാഴിക നേരത്തേക്കേ ഉള്ളൂ. സമുദ്രമില്ലാത്ത ഒരു വലിയ സമുദ്രമില്ലാതെ വരുമ്പോൾ തന്നെ മനുഷ്യൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറി അല്ലേ? സ്വത്രം. വെള്ളത്തിൽ വീണ് ചാകുക, വെള്ളം തിരയടിച്ച് കയറ്റുക, കാറ്റുണ്ടായി വരിക, ആ സമുദ്രവുമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും സമുദ്രം ഇനിയില്ല. ഇനി അടുത്ത പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ. പുതിയ നിയമസഭ ഇറങ്ങി വരുന്ന കാര്യമായിട്ട് അവിടെ പറയുന്നത്. സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടെ. അവിടെ നിൽക്കട്ടെ, മനുഷ്യരോടുകൂടി ദൈവത്തിൻ്റെ കൂടാരമെന്ന്. എൻ്റെ ദൈവമേ, ഏദൻ പൂങ്കാവനത്തിൽ ആദാമും ഹവ്വയും വെയിലാറുന്ന സമയത്ത് ദൈവം വന്ന് അവരോട് സംസർഗം ചെയ്തു എന്ന് പുസ്തകം പറയും. ആ അരുത് എന്ന കൽപ്പന ലംഘിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ഹോളി പ്രസൻസ് അവിടെ നിന്ന് വിട്ടുപോയി. പിന്നെയാണ് യാഗങ്ങളും പിന്നെ പുരോഹിതന്മാരും പുരോഹിത വസ്ത്രങ്ങളും പിന്നെ ചില പ്രത്യേക പ്രമാണങ്ങളും എല്ലാം കൊടുത്ത് ദൈവം മനുഷ്യൻ നശിച്ചു പോകാതെ വർഷങ്ങളായി ദൈവം എന്ത് ചെയ്തു? മനുഷ്യനെ സംരക്ഷിച്ച് അവസാനം ദൈവപുത്രനായ യേശു ക്രിസ്തുവിലൂടെ അവൻ്റെ ആത്യന്തികമായ പാപത്തിൽ നിന്ന് വീണ്ടെടുപ്പും കൊടുത്ത് അത് കഴിഞ്ഞിപ്പോൾ 2000 വർഷമായി. ഇനി ഈ വീണ്ടെടുത്ത ജനത്തെ പഴയ നിയമത്തിൽ യാഗം കഴിച്ച് നിയമം ചെയ്തവരെയും പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പുത്രത്വം പ്രാപിച്ചവരെയും രണ്ടു കൂട്ടരെയും കൂടി ഒരുമിച്ച് പുതിയ ആകാശം പുതിയ ഭൂമിയിൽ കഷ്ടതയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത ലാസ്റ്റ് എന്താ എഴുതിയിരിക്കുന്നത്? അവിടെ 5 കൂട്ടം കാര്യങ്ങളുണ്ട്. അതിൽ ലാസ്റ്റ് ഏതാ പറഞ്ഞേ? കഷ്ടത. ഒന്നോട്ട് വായിച്ചേ. കഷ്ടതയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മരണമില്ലാത്ത. ഞാനതിന് ലാസ്റ്റ് മരണം എടുത്ത് കൊടുത്തേക്കും. ഞാൻ പറയുന്ന മരണമെന്നാ. അവസാനം എല്ലാവരുടെയും അവസാനം മരണമാണല്ലോ. അപ്പൊ ഈ 5 കൂട്ടം കാര്യങ്ങളും ഇല്ലാത്ത ഒരു പുതിയ ആകാശം പുതിയ ഭൂമിയിൽ യേശുക്രിസ്തുവിലൂടെ നമ്മളെ വീണ്ടെടുത്ത് ആ ദൈവം നമ്മളെ തെരഞ്ഞെടുത്ത് ആ സ്വർഗീയമായ അനുഭവത്തിൽ നമ്മളെ കൊണ്ടെത്തിക്കുന്നതിനേക്കാൾ ഉപരി എന്തനുഗ്രഹമാണ് മനുഷ്യൻ ഈ ഭൂമിയിലുള്ളത്. വലിയ ധനാഢ്യനായി ജീവിക്കുന്നതാണോ? ഒരു രാജ്യത്തിന്റെ തലവനായിരിക്കുന്നതാണോ? ട്രംപ് കിടന്ന് ചക്രശ്വാസം വലിക്കുക. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് സ്വസ്ഥതയില്ലാതെ ദിവസങ്ങളായി ലോകത്തിലെ ഏറ്റവും വലിയ ആധുനിക സജ്ജീകരണങ്ങളുടെ കണ്ടുപിടുത്തങ്ങളൊക്കെ ഉള്ള ഇസ്രയേലിൻ്റെ ബെഞ്ചമിൻ പ്രസിഡന്റ് എന്ത് ചെയ്യുക? ചക്രശ്വാസം വലിക്കുകയാണെന്ന്. ഉറക്കമില്ല. അദ്ദേഹം പറഞ്ഞത് ഒക്ടോബർ 7-ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അവർ കൊന്നൊടുക്കിയപ്പോൾ കുഞ്ഞുങ്ങളെ വാളുകൊണ്ട് വെട്ടുകയും തീ കൊണ്ട് ചുട്ടുകരിക്കുകയും ചെയ്തത് ആ ചിത്രം എൻ്റെ ഹൃദയത്തിൽ നിന്നും മാഞ്ഞു പോയിട്ടില്ലെന്ന് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് പ്രസംഗത്തിൽ. അതാണ് എന്നെ പ്രതികാരം ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് പ്രേരിപ്പിക്കുന്ന ഘടകമെന്ന് അദ്ദേഹം പറയാറുണ്ട്. കാരണം അത്രത്തോളം ടെൻഷനിലാണ് ഓരോരുത്തരും ജീവിക്കുന്നത്. നമ്മൾ വിചാരിക്കും അമേരിക്കൻ പ്രസിഡന്റ് ഒരു കുഴപ്പമൊന്നുമില്ല, പുള്ളി ഇങ്ങനെ സൂചിച്ച് കിടക്കുക. സ്വസ്ഥതയില്ല സഹോദര. ലോകത്തിലെ ഏത് രാഷ്ട്രത്തലവന്മാരാണെങ്കിലും സ്വസ്ഥതയില്ല. മനസ്സിലായോ? എന്നാണ് അവരുടെ തലയിൽ വന്ന് വീഴുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. ഏദൻ പൂങ്കാവനത്തിൽ എന്തായാലും ദൈവം ഉണ്ടാക്കി വെച്ചതിലൊന്നും മനുഷ്യനെ കൊല്ലാനുള്ളതൊന്നും ഉണ്ടാകില്ല.
അവന് ജീവിക്കാനുള്ള സമൃദ്ധമായ പോഷക ഗുണങ്ങളുള്ള ആഹാരങ്ങൾ അതും ഇതൊക്കെ മാത്രമേ ദൈവം ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ. ഇന്ന് ഈ കാണുന്ന മനുഷ്യനെ കൊന്നു മുടിക്കാൻ, ചുട്ടരിക്കാൻ, പണ്ടൊരു പാസ് പറയണ്ടായി, 100 പ്രാവശ്യം ഈ ഭൂമിയെ ചുട്ടരിക്കാനുള്ള മാരകമായ ആയുധങ്ങൾ മനുഷ്യൻ കണ്ടുപിടിച്ച് വെച്ചിരിക്കുക. പിന്നെ എങ്ങനെയാണ് സ്വസ്ഥത കിട്ടുന്നത്? ആർക്കാ സ്വസ്ഥതയുള്ളത്? ഏത് രാജ്യത്തിന് സ്വസ്ഥതയുണ്ടോ? ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക. അവിടെ നടക്കുന്ന പോലെ പ്രകൃതിക്ഷോഭങ്ങളും, അവിടെ നടക്കുന്ന പോലെ അഴിമതികളും, അവിടെ നടക്കുന്ന പോലെ അശുദ്ധികളും, അവിടെ നടക്കുന്ന പോലെ മനുഷ്യന്റെ ധാർമ്മികമായ അധപ്പതനവും വേറെ ഏത് രാജ്യത്തിലാണ് ഉള്ളത്? അപ്പൊ അവരും അനുഗ്രഹിക്കപ്പെട്ടവരല്ല. ഈ ലോകം മുഴുവൻ ശാപഗ്രസ്തമായി കിടക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം സകല ആത്മീയ അനുഗ്രഹത്താൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന ആ കർത്താവ് ഈ ആത്മീയ അനുഗ്രഹങ്ങളെല്ലാം നമ്മൾ പ്രാപിച്ച് ജീവിച്ച് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിയുമ്പോൾ ഒരിക്കലും നശിക്കാത്ത ഒരു രാജ്യത്തിന് വേണ്ടി ദൈവം നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുക. ഈ സർവഭൂമിയും പത്രോസിന്റെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ തീക്കിരയായി തീരുമ്പോൾ 2 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം വായിക്കാം. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. അവന്റെ വാഗ്ദത്തപ്രകാരം നാം അവന്റെ വാഗ്ദത്തപ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമിക്കുമായിട്ട് അതാ നമ്മുടെ കാത്തിരിക്കും. ഈ കാത്തിരിപ്പുണ്ടോ നമുക്ക്? ഈ പ്രസംഗം കേൾക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദൈവമക്കളെ, വാട്സപ്പ്, ടെലഗ്രാം, യൂട്യൂബിലൂടെ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസീദാസന്മാരെ, സഹോദരി സഹോദരങ്ങളെ, നമ്മൾ കാത്തിരിക്കുന്ന എന്തിനു വേണ്ടിയാണ്? നീതി വസിക്കുന്ന പുതിയ ആകാശം, പുതിയ ഭൂമി. ഇവിടെ കേരളത്തിൽ കോൺഗ്രസ്, BJP, CPM 3 പ്രധാന പാർട്ടികളാണ്. 3ഉം കൂടി തമ്മിത്തല്ലി ചാകുക. എന്തിനാണെന്നറിയോ? ഭരണം പിടിക്കാൻ, പോക്കറ്റ് നിറയ്ക്കാൻ, ആള് കളിക്കാൻ, കസേര പിടിക്കാൻ, കസേര കളിക്കാൻ. എന്നെ നിങ്ങളെ നന്നാക്കാനൊന്നുമല്ല. നിലമ്പൂർ ജയിച്ചു കഴിഞ്ഞപ്പോൾ അവരൊക്കെ പറയാം ഞങ്ങളങ്ങ് ജയിച്ചത്. ജയിച്ചില്ല, നിങ്ങൾ തോറ്റ് തൊപ്പിയിട്ട് കിടക്കുക. ജയം എന്നുള്ളത് ഏതാ? ഈ കഴിഞ്ഞ ദിവസം കർത്താവിനെ ഒന്ന് പഠിപ്പിച്ച് ആ ജയം, യഥാർത്ഥ ജയം എന്താണെന്ന് നമുക്കൊന്ന് പഠിക്കാം. വായിച്ചാട്ടെ, എടുത്താട്ടെ. സ്തോത്രം. യോഹന്നാന്റെ ലേഖനം, 1-ാം ലേഖനം. ഹല്ലേലൂയ. യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം അതിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. യഥാർത്ഥമായി ജയം ഇവിടെ യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവൻ എല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവനെല്ലാം അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിച്ച് അവന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുമ്പോൾ ദൈവമക്കളെ സ്നേഹിക്കുന്നു എന്ന് അതിനാൽ അറിയാം. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. ദൈവത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് ജനിച്ചവരൊക്കെയും യഥാർത്ഥമായി വീണ്ടും ജനനം പ്രാപിച്ച ദൈവത്തിന്റെ മക്കൾ, ദൈവത്തിൽ നിന്ന് ജനിച്ചവരൊക്കെയും ലോകത്തെ ജയിക്കുന്നു. വീണ്ടും ജനനം പ്രാപിച്ചവനെ ലോകത്തിന്റെ അശുദ്ധിയിൽ നിന്നും അധാർമികതയിൽ നിന്നും ഒക്കെ വിടുതൽ പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. യഥാർത്ഥ ജനനം അവനുണ്ടായിരിക്കണം. യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിച്ച് യേശു ക്രിസ്തുവിന്റെ സ്തോത്രം, യേശു ക്രിസ്തുവിൻ നമ്മളിൽ കർത്തൃത്വം ചെയ്യാൻ അനുവദിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന ദൈവമക്കളാണ് ലോകത്തെ ജയിച്ചവർ. അതാണ് യഥാർത്ഥ വീണ്ടും ജനനം പ്രാപിച്ചവർ. കഷ്ടത മാറ്റി, കടം മാറ്റി, കണ്ണീര് തുടച്ച്, വീട് മേടിച്ചു കൊടുത്ത്, കാറ് മേടിച്ചു കൊടുത്ത്, ലോറി മേടിച്ചു കൊടുത്ത്, ഉന്നതമായ ജോലിയും ജീവിത സൗകര്യങ്ങളും വാങ്ങി തലയറിഞ്ഞ് പ്രാർത്ഥിച്ച് വാങ്ങിക്കൊടുത്ത് അവരാരും വീണ്ടും ജനിച്ചവരല്ലെങ്കിൽ അവർ അനുഗ്രഹിക്കപ്പെട്ടവരല്ല. അവർ ഭൗതികമായ അനുഗ്രഹങ്ങൾ പ്രാപിച്ചവരാണ്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ സ്തോത്രം നിറയപ്പെട്ടവരാരാണെന്ന് ചോദിച്ചാൽ വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കൾ. അതാ ഇവിടെ യോഹന്നാൻ പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. 4-ാം വാക്യം, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. അടുത്ത, യേശു ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിച്ചവൻ? മതി. സ്തോത്രം. നമ്മളാണ് ലോകത്തെ ജയിച്ചവരെ, നമ്മളാണ് ജയാളികള്.
നമുക്കതിൻ്റെ വചനത്തിൻ്റെ വെളിപ്പാട് കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ നിരാശപ്പെട്ടു പോകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജയാളികളാരാ? കർത്താവിനെ രക്ഷിതമായി സ്വീകരിച്ചവരാ, വീണ്ടും ജനനം പ്രാപിച്ചവരാ, രക്ഷിക്കപ്പെട്ടവരാ, സ്നാനപ്പെട്ടവരാ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചവരാ, ആത്മ നിറവിൽ ജീവിക്കുന്നവരാ. നമ്മൾ ആ ലോകത്തെ ജീവിച്ചത്. ഹല്ലേലൂയ. ഇവിടെ ഒരു സിനി സ്റ്റാറിന് അഭിനയിക്കണമെങ്കിൽ എത്ര കോടി? ഇപ്പോഴത്തെ റേറ്റ് എത്രയാണെന്നറിയാം? 10 കോടി. ഇതൊക്കെ പ്രസംഗിക്കാൻ വേണ്ടി ഒന്ന് അറിഞ്ഞു വെച്ചാൽ എനിക്കെന്ത് കാര്യം? നമ്മൾ അഭിനയിക്കാൻ പോകണം. ഈ ഗുണം പിടിക്കാത്തവരുമായിട്ട് നമുക്ക് എന്താ ബന്ധം? 10 കോടി രൂപ വേണമെന്ന് ഒരുത്തം പറയുക. എന്തിനാണാവോ? അഭിനയിക്കാൻ. നീ ഇവിടെ അഭിനയിക്കുക. നിന്റെ അനുഭവം ഇവിടെ കിടക്കുന്നേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ കർത്താവ് വരുമ്പോൾ നിന്റെ അഭിനയമൊക്കെ നിർത്തിയിട്ട് നീ അനുഭവിക്കാൻ തുടങ്ങും. ആരെങ്കിലും ഇത് കേൾക്കുന്നെങ്കിൽ മാനസാന്തരപ്പെട്ടോട്ടെ. ഇത് അഭിനയമാണ്. യഥാർത്ഥ അനുഭവം യേശുക്രിസ്തുവിന്റെ കിരാത ഭരണത്തിന്റെ കീഴിൽ കിടന്ന് ഞെളിവരി കൊള്ളുമ്പോഴാണ് യഥാർത്ഥ അനുഭവം മനുഷ്യൻ അനുഭവിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ സാത്താനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന തീപ്പൊയ്കയിലേക്ക് തള്ളിക്കളയുമ്പോൾ അതാണ് യഥാർത്ഥ അനുഭവം. അഭിനയമൊക്കെ അവിടെ തീരും. വെള്ളസിംഹാസനത്തിന്റെ മുൻപിൽ നിൽക്കുന്നവരെ അവരവരെ ചെയ്ത തെറ്റുകളെ അവരവരെ ബോധ്യപ്പെടുത്തതിന് ശേഷം പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന തീപ്പൊയ്കയിലേക്ക് തള്ളിക്കളയുമ്പോൾ അവിടെയാണ് ഈ അഭിനേതാക്കൾ കിടന്ന് അനുഭവിക്കാൻ പോകുന്നത്. 10 കോടി മേടിക്കുന്നവനും 8 കോടി മേടിക്കുന്നവനും അനുഭവിക്കാം. ഇവർ ഈ സിനി സ്റ്റാറിൻ്റെ ഇടയിൽ കിടന്ന് കടിപിടിയുണ്ട്. എനിക്കിത്ര വേണം, എനിക്കിത്ര വേണം, എനിക്കിത്ര വേണം. എന്തിനാണോ ഇത്രയും? അഭിനയിക്കാൻ. അപ്പം എനിക്കവരോട് പറയാനുള്ളത്, വാങ്ങിയേ, അഭിനയിച്ചോ, വരുന്നുണ്ട്. കർത്താവ് വരുമ്പോൾ ഇവിടെ പോയില്ലെങ്കിൽ എന്തു ചെയ്യും? ഇവിടെ കിടന്ന് അനുഭവിക്കേണ്ടി വരും. ഇതൊക്കെ അഭിനയമാണ്. ഞാൻ പറയട്ടെ, എൻ്റെയും നിങ്ങളുടെയും ക്രിസ്ത്യ ജീവിതം 70-80 സംവത്സരം കുറേ ബുദ്ധിമുട്ടുകളും കുറേ ഞെരുക്കങ്ങളും കുറേ സ്തോത്രം കയ്പുകളും അനുഭവിച്ച് നമ്മളിവിടെ കർത്താവിനെ വിശ്വസ്തയോടെ സേവിച്ചുകൊണ്ട് അനുഭവിച്ചാൽ ഹ്രസ്വകാലം ഈ കഷ്ടത മാറിയിട്ട് നിത്യമായ സന്തോഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുക. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും പ്രാപിച്ച് ജീവിക്കുന്ന ഭക്തന്മാരുടെ ജീവിതമാണ് ഞാൻ വിളിച്ചു പറയുന്നത്. ശരീരമാം സഭയുടെ ഒരു അവയവമാണ് നമ്മൾ. ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഒരു അവയവമാണ്. ക്രിസ്തുവിൻ്റെ കൂട്ടവകാശം. കർത്താവിന് എന്തെല്ലാം അനുഗ്രഹങ്ങൾ പിതാവ് കൊടുത്തോ അതെല്ലാം കൂട്ടവകാശമായിട്ട് നമുക്ക് കിട്ടും. അതാണ് എഫേസ്യ ലേഖനത്തിലെ 3-ാം അധ്യായം. കൂട്ടവകാശം, ഏക ശരീരസ്ഥർ, വാഗ്ദത്തത്തിൻ പങ്കാളികൾ. കർത്താവായ യേശുക്രിസ്തുവും ദൈവവചനവും നമുക്ക് അനേക വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ട്. അങ്ങനെ പത്രോസ് പറയുന്ന ഒരു കുഞ്ഞു വാക്യമുണ്ട്, അതൊന്ന് വായിക്കാൻ എനിക്ക് പ്രേരണയുണ്ട്. കുഞ്ഞു വാക്യം. അവൻ നമുക്ക് അതിമഹത്വവും വിലയേറുമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു എന്നൊരു വാക്യം. എടുത്തവരൊന്ന് വായിച്ചാട്ടെ. അവൻ നമുക്ക് വിലയേറിയതും, പത്രോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരും. മതി മതി. അവൻ നമുക്ക് വിലയേറിയതും അതുമതിത്തായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. വാഗ്ദത്തത്തിൻ പങ്കാളികളാകണം നമ്മൾ. വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ ദൈവപുത്രനായ യേശുക്രിസ്തു നമുക്ക് അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിലൂടെ തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില അനുഗ്രഹങ്ങളാണ് ഉയർപ്പിൻ ശരീരം ലഭിക്കുക എന്നുള്ളത്. രണ്ടാമത് നമ്മുടെ പ്രസംഗ വിഷയം ഇവിടെയല്ല, ഇവിടെ കോട്ടയത്ത് ഒരു സ്ഥലത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ ആകാശം പുതിയ ഭൂമിയിൽ യേശു കർത്താവിനോടൊപ്പം ഈ ലോക മനുഷ്യരെ വാഴുവാനും ദൂതന്മാരെ വിധിക്കുവാനും ലോക മനുഷ്യരെ വിധിക്കുവാനും യേശുക്രിസ്തുവിന്റെ കൂടെ 1000 ആണ്ട് വാഴ്ചയിൽ നമുക്ക് കിട്ടുന്ന പദവി. മൂന്നാമത് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമിയിലെ വാഴ്ച, ദൈവത്തോടൊപ്പമുള്ള വാഴ്ച. ഞാൻ പറഞ്ഞല്ലോ, പാപം ചെയ്തപ്പോൾ കർത്താവ് ദൈവങ്ങളുടെ മധ്യത്തിൽ നിന്ന് പോയി. രണ്ടാമത് യേശുക്രിസ്തുവിലൂടെ ആ രക്ഷ കർത്താവ് നമുക്ക് തരുന്നു. എന്നാൽ അത് വചനത്തിലൂടെ പഠിച്ചെടുത്ത അനുഗ്രഹം, അത് ആ അനുഗ്രഹ നിറവിലേക്ക് നടന്ന് അവസാനം നമ്മൾ എവിടെ ചെന്നുപെടുന്നു? യേശുക്രിസ്തുവുമായിട്ട് അല്ലെങ്കിൽ പിതാവുമായിട്ടുള്ള ഒരു വാഴ്ചയിലേക്ക് നമ്മൾ ചെല്ലുക. അതാണ് നമ്മുടെ അനുഗ്രഹത്തിൻ്റെ ലാസ്റ്റ് ഭാഗം. അത് അവിടെ വായിച്ചു കഴിഞ്ഞു.
2 പത്രോസ് 3:13 നാം അവൻ്റെ നീതി വസിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അപ്പൊ പുതിയ ആകാശം പുതിയ ഭൂമിയിലെ സംഖ്യമില്ലാത്ത വർഷങ്ങൾ കർത്താവായ സ്തോത്രം യേശു ക്രിസ്തുവിനോടൊപ്പം, അല്ലെങ്കിൽ പിതാവിനോടൊപ്പം, പിതാവും പുത്രനും ഒന്നാണല്ലോ, പിതാവും പുത്രനോടൊപ്പം നമ്മൾ ഒരുമിച്ച് ആ പുതിയ ആകാശം പുതിയ ഭൂമിയിൽ ഒരുമിച്ച് വാഴുന്ന ഒരവസ്ഥ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ദുഃഖങ്ങളെല്ലാം മാറി, നമ്മുടെ കഷ്ടതകളെല്ലാം മാറി, നമ്മുടെ കണ്ണുനീരെല്ലാം മാറി ആ പുതിയ ആകാശം പുതിയ ഭൂമിയിൽ ആ സ്തോത്രം പുത്രത്വം പ്രാപിച്ച നമ്മളും കർത്താവായ യേശു ക്രിസ്തുവും അല്ലെങ്കിൽ പിതാവാം ദൈവവും സ്തോത്രം നമുക്ക് ഒരുമിച്ച് ദൈവത്തോടൊപ്പം വാഴുവാൻ. പുതിയ ആകാശം പുതിയ ഭൂമി വരുമ്പോൾ വേദപുസ്തകം പഠിപ്പിക്കുന്ന പഠനം ശരിയായി പഠിച്ചു കഴിഞ്ഞാൽ പിതാവാം ദൈവവും തൻ്റെ പഴയ നിയമ പുതിയ നിയമ സഭയും ഒരുമിച്ച് സ്വർഗത്തിൽ സന്തോഷിക്കുന്ന അനുഭവമാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ വിശ്വാസികളായി രക്ഷിക്കപ്പെട്ടു വന്നത്, അതിനുവേണ്ടിയാണ് സ്നാനപ്പെട്ടത്, അതിനുവേണ്ടിയാണ് പരിശുദ്ധാംശം പ്രാപിച്ചത്, അതിനുവേണ്ടിയാണ് വേർപെട്ടത്, അതിനുവേണ്ടിയാണ് വലിയ വലിയ പ്രസ്ഥാനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് നമ്മൾ വന്നത്. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുകയാണ്. പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ ആർക്കും വ്യക്തമായ ചിത്രങ്ങളില്ല. ഇന്ന് പൽക്കാലം ഈ മെസ്സേജിലൂടെ ഒരു ചെറിയ സംക്ഷിപ്ത രൂപം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം. ആർക്കെങ്കിലും ഇത് മനസ്സിലാകാതെ പോയാൽ നിശ്ചയമായി എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നടത്തുവാൻ എനിക്ക് ആത്മാവിൽ ഹേമമുണ്ട്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നുവെന്ന് പൗലോസ് പറയുമ്പോൾ അവിടെ എഫേസർ 3:6 ക്രിസ്തുവിൻ്റെ കൂട്ടവകാശം നമുക്ക് കിട്ടുന്നു, ഏക ശരീരസ്ഥം നമുക്ക് കിട്ടുന്നു, വാഗ്ദത്തത്തിൽ പങ്കാളിത്തം നമുക്ക് കിട്ടുന്നു. യേശുക്രിസ്തുവിൻ്റെ ശരീരമായി, യേശുക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളായി, അവൻ്റെ വാഗ്ദത്തത്തിൽ പങ്കാളികളായി ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിച്ച സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം യുഗായുഗങ്ങൾ വാഴുന്ന മനോഹരമായൊരു സുദിനം വരാൻ പോകുകയാണ്. അതിനുവേണ്ടി നമ്മൾക്ക് ആശയോടെ പ്രത്യാശയോടെ നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ ദുഃഖങ്ങൾ മാറുന്ന, നമ്മുടെ കഷ്ടതകൾ മാറുന്ന, നമ്മുടെ കണ്ണീരിന് വിരാമമിടുന്ന, നമ്മുടെ എല്ലാ പ്രതിസന്ധികൾക്കും തിരശ്ശീലയിടുന്ന ഒരു മഹത്തരമായ സുദിനം കർത്താവിൻ്റെ വരവിൽ സംഭവിക്കാൻ പോകുന്നു. കാഹളം ധ്വനിക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടിരിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കുകയും അങ്ങനെ നാം കർത്താവിനോടൊപ്പം ആയിരിക്കുമെന്നുള്ള വലിയ ശുഭാപ്തി വിശ്വാസത്തോടെ ഇന്ന് വൽക്കാലം നമുക്ക് മടങ്ങിപ്പോകാം. അതിനായിട്ട് ഈ കർത്താവ് ഈ വചനത്തിലൂടെ നമ്മെ ഉണർത്തട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ.